ദിവസമായിരുന്നു കേന്ദ്ര സർക്കാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേരുമാറ്റി ശ്രീവിജയപുരം എന്ന് നാമകരണം ചെയ്തത്. കൊളോണിയൽ ഓർമ്മകളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയതെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. രാജ്യത്തെ കൊളോണിയൽ മുദ്രകളിൽ നിന്നും മോചിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി ശ്രീവിജയപുരം എന്ന് നാമകരണം ചെയ്യുവാൻ തീരുമാനിച്ചു. ശ്രീവിജയപുരം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ വിജയത്തെയും അതിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അതുല്യമായ പങ്കിനെയും പ്രതീകവൽക്കരിക്കുന്നു എന്നാണ് അമിത് ഷാ എക്സിൽ കുറിച്ചത്. ശ്രീവിജയപുരം എന്ന പേര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നഗരത്തിന്റെ പങ്കാളിത്തവും മുൻനിര പങ്കുമാണ് പ്രതിധ്വനിക്കുന്നത്. എന്നാൽ പഴയ പേരായ പോർട്ട് ബ്ലെയർ 18-ാം നൂറ്റാണ്ടിലെ ഒരു ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ലഫ്റ്റനന്റ് ആർക്കിബാൾഡ് ബ്ലെയർ എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോയൽ നേവിയിൽ സേവനമനുഷ്ഠിച്ച ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനും ബോംബെ മറൈനിലെ സർവേയറുമായ ലഫ്റ്റനന്റ് ആർക്കിബാൾഡ് ബ്ലെയറിന്റെ പേരിൽ നിന്നാണ് ആൻഡമാൻ തലസ്ഥാനത്തിന് പോർട്ട് ബ്ലെയർ എന്ന് പേര് ലഭിച്ചത്. അന്നത്തെ ബംഗാൾ സർക്കാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു പീനൽ കൊളോണി സ്ഥാപിക്കുകയും 1789-ൽ ആർക്കിബാൾഡ് ബ്ലെയറിന്റെ ബഹുമാനാർത്ഥം അതിന് പേര് നൽകുകയും ചെയ്തു. തന്റെ കരിയറിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സാന്നിധ്യം വലുതായിരുന്നു. തന്ത്രപ്രധാനമായ മേഖലകളിൽ ബ്രിട്ടീഷ് നിയന്ത്രണം സ്ഥാപിക്കുന്നതിനുള്ള അതിർത്തി തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നതിനാൽ ബ്ലെയർ ബ്രിട്ടീഷ് കൊളോണിയൽ ശ്രമങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പര്യവേഷണം ചെയ്യുവാനും വികസിപ്പിക്കുവാനും ബ്രിട്ടീഷ് അധികാരികൾ ഒരു സംരംഭം ആരംഭിച്ചപ്പോൾ ബ്ലെയർ ദ്വീപ് മേഖലയ്ക്ക് വലിയ സംഭാവന നൽകി. ദ്വീപുകൾ സർവേ ചെയ്യാനുള്ള മുൻകൈ അദ്ദേഹം നയിക്കുകയും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനായി പ്രദേശത്ത് ആദ്യകാല ഭരണം സ്ഥാപിക്കുകയും ചെയ്തു. കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ബ്രിട്ടീഷ് കൊളോണിയൽ വിപുലീകരണത്തിന് അദ്ദേഹം നൽകിയ പ്രധാന സംഭാവനയെ പ്രതിഫലിക്കുന്നതാണ് പോർട്ട് ബ്ലെയറിന്റെ പേര്. പിന്നീട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൈനിക, ഭരണ, വ്യാപാരം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾക്ക് തുറമുഖം നിർണായക പോയിന്റായി മാറി. ബ്രിട്ടീഷ് അധികാരികളുടെ പ്രവർത്തന കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചു. ബ്ലെയറിന്റെ മേൽനോട്ടത്തിൽ പോർട്ട് ബ്ലെയറിന്റെ വികസനം ബ്രിട്ടീഷ് സമുദ്ര ശൃംഖലയെ വിദൂരവും തന്ത്രപ്രധാനവുമായ പ്രദേശത്തെ പരിവർത്തനം ചെയ്യാനും സഹായിച്ചു. ബ്ലെയറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിശദമായ രേഖകൾ പരിമിതമാണെങ്കിലും ദ്വീപുകളിലെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ റെക്കോർഡുകൾ വൻ സ്വാധീനം ചെലുത്തുകയും നഗരത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകുകയും ചെയ്തു. ഒരു ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥനോടുള്ള ആദരസൂചകമായാണ് ഈ മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിന് പോർട്ട് ബ്ലെയർ എന്ന് പേരിട്ടതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പുതിയ പേരായ ശ്രീവിജയപുരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നഗരം നൽകിയ സംഭാവനകളെ ബഹുമാനിക്കാനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നു.